ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റു വിളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്തു, അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായി. അപ്പോൾ നമ്മൾ സെക്കൻഡ് നമ്മൾ വീണ്ടും നമ്മൾ കോംബോ ഓഫറായിട്ട് നമ്മളതിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാൻ വിട്ടുപോയി, നമുക്ക് കോംബോ ഓഫേഴ്സാണ് നമ്മളതിൽ കൂടുതലുള്ളത്. പിന്നെ അല്ല സെപ്പറേറ്റ് ഓരോന്നിനും നമുക്ക് റേറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമുക്കിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രത്യേക പ്ലാൻസിൻ്റെ റേറ്റും ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻസായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കിപ്പോൾ കൂടുതൽ നമുക്കിപ്പോൾ സെയിൽ നടന്നിട്ടുള്ള പ്ലാന്റ് ഏകദേശം ഈ ഒരു ടൈപ്പ്. പിന്നെ നമുക്ക് ലാസ്റ്റ് നമുക്കൊരു സാധാ ഫസ്റ്റ് ഒരു കോംബോ കൊടുത്തു, അതാണ് നമുക്ക് ഒത്തിരി നടന്നത്. പിന്നെ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാൻസ് ആണ്. ഇതൊക്കെ നമ്മളതിൽ സെയിലിനുണ്ട്. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ പേര് തെറ്റിപ്പോയി പറഞ്ഞത്, ഈ വീഡിയോയിൽ ഞാൻ പേര് പറയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ്സ് ഇതൊക്കെ നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് ഇതൊക്കെ അടുത്ത് ഫ്ലവറുള്ള നിറച്ചതുണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പൊക്കെ നമ്മൾ ഇടയ്ക്ക് കോംബോയിൽ നമുക്ക് ഉണ്ടായിരുന്ന കോംബോസ്. അപ്പോൾ ഞാൻ കോംബോയും കൂടെ ജസ്റ്റ് ഒന്ന് എടുത്ത് ഈ വീഡിയോയിലേക്ക് ഇടയ്ക്കാണ് ഞാൻ വീഡിയോയിൽ നമുക്ക് എൻ്റെ ഫോണിൽ ഫോട്ടോസൊന്നും അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതെല്ലാം നമ്മളിപ്പോൾ ഫ്ലവറുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് എടുക്കുന്നവർക്ക് നമ്മൾ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാമെന്നുള്ളതാണ്. ഇതാകണ്ട, ഇതൊക്കെ നമ്മളതിലുള്ള വെറൈറ്റീസാണ്. ഓരോന്നും നമുക്ക് എപ്പോഴെല്ലാം ഫ്ലവേഴ്സ് കാണില്ല. ഇത് ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ ഈ റോസിൻ്റെ നമുക്ക് കോംബോ ഉണ്ട്. നമുക്ക് റോസ് അല്ല, ഇത് റോസ് നമുക്ക് പ്യുവർ വൈറ്റ് അല്ല, ചെറിയ വ്യത്യാസം വരുന്നൊരു വെറൈറ്റിയാണിത്. പിന്നെ നമ്മുടെ റെഡ് കളർ, ഇതാണ് നമുക്കിപ്പോൾ ഇടയ്ക്ക് ഒരാൾ 5 എണ്ണം ഇത് മേടിച്ചു. പിന്നെ അതുപോലെ മഞ്ഞ 5 എണ്ണം ഒരുമിച്ച് മേടിച്ചു. പിന്നെ ഇതിൽ നമുക്ക് യെല്ലോയിൽ തന്നെ മൂൺ ലൈറ്റ് അങ്ങനെ എന്തോ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതും നമുക്ക് കുറച്ച് റേറ്റുള്ള ടൈപ്പ് ഉണ്ട് അതിൻ്റെ. പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ്. അതിലിതാ കണ്ട കളേഴ്സിൽ ചെറിയ വേരിയേഷൻ വരുന്ന അത് മുട്ട് വീഴുന്നു പോയി. ഇവിടെ നമുക്ക് വേറെ നിപ്പുണ്ട്. അതായത് ഇതിലും ലിപ്പിലൊക്കെ വ്യത്യാസം വരുന്നതാണ്, ചെറിയ ചെറിയ ഷെയ്ഡിൽ വേരിയേഷനൊക്കെ വരുന്നൊരു ടൈപ്പ്. പിന്നെ നമുക്ക് ലാസ്റ്റുള്ളിലെല്ലാം കറക്റ്റ് കാണിക്കാൻ വേണ്ടി പറ്റില്ല. ഇത് നമുക്ക് ഒരു ചുവപ്പിൽ നമുക്കൊരു മഞ്ഞയിൽ കുറച്ച് ചുവപ്പ് ഡോട്ട്സ് വരുന്നതാണ്. പിന്നെ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് മെയിനായിട്ട് കാണിച്ച പ്ലാൻ ഇത് കുറച്ചുകൂടെ ഫ്ലവേഴ്സ് ഇപ്പം വിരിഞ്ഞ് വന്നു. ഇതിൽ നമുക്ക് കണ്ട കുറച്ചുകൂടെ ഷെയ്ഡ് വരുന്നൊരു ടൈപ്പ്. നമുക്ക് യെല്ലോയിൽ കണ്ട ലിപ്പിലും ഈ സൈഡിലൊക്കെ നല്ല ഇത് വരും. ഇതിന് തന്നെ വേറൊരു ടൈപ്പാണ്, കറക്റ്റ് ഡെൻഡ്രോബിയം പോലെയാണ്. ഏകദേശം ഇതിൻ്റെ ഒരു ഫ്ലവർ കാണാൻ ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവർ പോലെയാണ് ഈ ഒരു വെറൈറ്റി. പിന്നെ കണ്ട ഈ ഒരു ഷെയ്ഡ് വരുന്ന വെറൈറ്റി, ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ കറക്റ്റ് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കണ്ട ഈ ഒരു ടൈപ്പ്. പിന്നെ ഈ ഒരു വെറൈറ്റി. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് ചെറിയ വേരിയേഷൻസ് വരികയാണ്. കണ്ട പിന്നെ നമ്മുടെ യെല്ലോ, പിന്നെ ഈ ഒരു ടൈപ്പിൽ യെല്ലോ ഉണ്ട്. ഇതൊക്കെ കണ്ട നമ്മുടെ എല്ലാം നിറച്ച് അവൈലബിൾ ആണ്. ഇതൊക്കെ എപ്പോഴും ഇല്ല, ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ നോക്കുക. അപ്പോൾ നമുക്ക് അവൈലബിൾ ആണോ ഇല്ല നമുക്ക് ഡീറ്റെയിൽസ് പറയാം. പിന്നെ അത് അവിടെ കണ്ടത് ഇങ്ങനെ ഡാർക്ക് ചുവപ്പാണ്, ഡാർക്ക് പർപ്പിൾ ടൈപ്പാണ്. ഇത് കണ്ട അവിടെ കണ്ട പർപ്പിൾ നിറച്ച് ഫ്ലവർ ഉണ്ട്, ഫ്ലവറുള്ള കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിനെക്കുറിച്ചുള്ള കെയറിങ് വീഡിയോസൊക്കെ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. കെയറിങ് വീഡിയോസിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് നമ്മളിതിന് എപ്പോഴും ഫ്ലവറിങ് ഉള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. കണ്ട ഇത് കണ്ട ഫ്ലവേഴ്സ് ഉണ്ട്, നിറച്ചുണ്ട് ഫ്ലവേഴ്സ്. ഇവിടെ പോയി ഫ്ലവേഴ്സ് ഹിയർ. അടുത്ത ഇത് ഈ പ്ലാന്റ് വന്നിട്ട് ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ അടുത്ത ഇത് നമുക്ക് വേറൊരു ടൈപ്പാണ്. ഇത് നമുക്ക് നിറച്ചിങ്ങനെ പൊങ്ങി വന്നിട്ട് ഇങ്ങനെ നിറച്ച് വരുന്നൊരു ടൈപ്പാണിത്. ഇത് വരുന്നു. പിന്നെ അടുത്തതായി ഈ ഒരു ടൈപ്പ്, ഇതിൽ ഡോട്ട്സ് വരുന്നൊരു ടൈപ്പാണിത്. ഇത് നമുക്ക് പിന്നെ യെല്ലോ നമ്മളിപ്പോൾ കുറേ ഉണ്ട്. യെല്ലോയിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കോംബോ ഓഫറാണ്. ഞാൻ കോംബോ ഓഫർ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമുക്കിപ്പോൾ എല്ലാം നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ കാറ്റലോഗിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കോംബോ ഓഫറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ നമ്മളതിൽ ജസ്റ്റ് ഇപ്പോൾ ഉള്ള ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് വെയിറ്റ് 1 minute. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അവിടെ കാണിച്ച ടൈപ്പാണ്. പിന്നെ ഇതും നമ്മളതിൽ കോംബോ ഓഫറിൽ ഈ ടൈപ്പൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മളതിൽ ഉണ്ടാവും. ഞാൻ കോംബോ ഓഫർ ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ കോംബോ ഓഫറിന് ഇപ്പോൾ നമ്മളിൽ ഉള്ള ടൈപ്പുകൾ ജസ്റ്റ് ഒന്ന് നമ്മളെ കാറ്റലോഗ് വഴി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് മഞ്ഞ നമ്മളിലിപ്പോൾ കുറേ ഉണ്ട്. ഇതാണ് നമ്മുടെ മഞ്ഞ. ഓക്കെ, ഈ മഞ്ഞയിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ ലിപ്പിൽ വേരിയേഷൻസ് വെച്ച് വരുന്നത് വഴി നമുക്ക് അതിൻ്റെ കുറേ ടൈപ്പ് വെച്ചിട്ട് നമ്മളതിനെ സെയിൽ ചെയ്യുന്നുണ്ട്. അതും കോംബോ ഓഫേഴ്സ് നമുക്കുണ്ട്. ഇപ്പോൾ മഞ്ഞ നോക്കുന്നവർക്ക് തന്നെ നമുക്കിതിൽ മഞ്ഞയുടെ നോർമൽ ടൈപ്പല്ല നമ്മളിലുള്ളത്, കുറച്ച് വ്യത്യാസമുള്ളതാണ്. പിന്നെ ഡെൻഡ്രോബിയത്തിൽ തന്നെ നമുക്ക് ഇങ്ങനത്തുള്ള കുഞ്ഞ് ഡെൻഡ്രോബിയംസ് ടൈപ്സ് നമ്മളിപ്പോൾ അവൈലബിൾ ആണ്. ഡെൻഡ്രോബിയത്തിൻ്റെ ഈ ടൈപ്പ് ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ ഫ്ലവേഴ്സ് വരുന്നത്, ഇതൊക്കെ നമുക്ക് വലിയ കെയറൊന്നും ഇല്ലാതെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഡെൻഡ്രോബിയംസ് ആണ്. ഇതുണ്ട്. പിന്നെ അവിടെയും കുറച്ച് ഡെൻഡ്രോബിയംസ് നിൽപ്പുണ്ട്. കൂടുതൽ ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെയാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ളത്. പിന്നെ നമുക്ക് ഡോ ഓർക്കിഡാണ്. നമ്മളിലുള്ള ഡോ ഓർക്കിഡിൻ്റെ സൈസ് ഉണ്ട്. ഇത്രയും വലിയ ഡോ ഓർക്കിഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫ്ലവറുള്ള വീഡിയോ ഞാൻ ലാസ്റ്റ് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡോ ഓർക്കിഡിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി പറ്റും ഡോ ഓർക്കിഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ ഒരു ചോപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ചോപ്പാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ നമുക്ക് ഫോട്ടോ എടുത്ത് സെപ്പറേറ്റ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും.
എത്ര വ്യക്തമാവുന്നതെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മളെ ഫോട്ടോ ഇവിടെ വെച്ച് കാണിച്ചത്. ഇതിലുള്ള നമുക്കിപ്പോൾ ഞാൻ കാണിച്ചത് ഈ ചുവപ്പും പിന്നെ ഇതിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്ന കുറേ കളേഴ്സ് നമുക്ക് ഉണ്ട്. ഇതിൻ്റെ കുറേ ഉണ്ട്. പിന്നെ അതുപോലെ വേറെ കോംബോ ഉണ്ട്. വേറെ കോംബോ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തരാം. വേറെ നമ്മളെ ചുവപ്പിൻ്റെ ഒരു കോംബോ ഉണ്ട്. പിന്നെ മഞ്ഞയുടെ ഒരു കോംബോ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മഞ്ഞയുടെ കോംബോ ഉണ്ട്. മഞ്ഞയുടെ കുറേ കളേഴ്സ് വരുന്നുണ്ട് അതിൽ. അപ്പം അതും നമ്മൾ തന്നെ മഞ്ഞയുടെ കുറേ കളേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് കളേഴ്സ് അല്ല, അതിൽ തന്നെ ചെറിയ ചെറിയ ലിപ്പിൽ വേരിയേഷൻസ് അങ്ങനെയാണ് ഉണ്ടാകും. ഈ ഒരു മഞ്ഞ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കണ്ട ഇവിടെ ഇങ്ങനെ വരുന്നു. ഇനി നമുക്ക് വേറൊരു മഞ്ഞ നോക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ലിപ്പിൽ കുറച്ചുകൂടെ കൂടുതൽ കളേഴ്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്നതുണ്ട്. പക്ഷേ എടുത്ത് കാണിച്ചു തരാൻ വേണ്ടി ഓരോന്നും പറ്റില്ല. നിങ്ങൾക്ക് ആ ഫോട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ ഫോട്ടോയിൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത്. ഓക്കെ, അപ്പോൾ അത് പിന്നെ മഞ്ഞ, പിന്നെ അവിടെ മഞ്ഞയിൽ തന്നെ കുറച്ച് ഷെയ്ഡ് വരുന്ന ടൈപ്പൊക്കെ ഉണ്ട്. ഇതെല്ലാം എപ്പോഴും സെയിലിന് ഉണ്ടാവില്ല, അതെടുത്ത് പറയുകയാണ്. നിങ്ങൾ ആവശ്യമുള്ള ജസ്റ്റ് ചോദിക്കാണ്ട. ഇത് പിന്നെ ഈ ഒരു ടൈപ്പ് ഇതാണ് അത്യാവശ്യം നമുക്ക് ആ ഒരു പർപ്പിൾ കളറിൽ നല്ല ഡാർക്ക് വരുന്ന ടൈപ്പാണിത്. പിന്നെ നമുക്ക് ആ ഒരു പർപ്പിളിൻ്റെ ആ ഒരു കളേഴ്സ് നമുക്ക് അതിൻ്റെ ഒരു വരുന്നൊരു കോംബോ ആണ്. ഇത് കണ്ട ചെറിയ ചെറിയ വേരിയേഷൻസ് കളർ വരുന്ന കോംബോ. ആ കോംബോയിലുള്ള പ്ലാന്റ്സൊക്കെ ഏകദേശം നമ്മുടെ ഇത് അതിൽ വരുന്ന ഒരു പ്ലാന്റാണ്. ആ കോംബോയിൽ വരുന്ന ഒരു പ്ലാന്റാണ് ഈ പ്ലാന്റ്. പിന്നെ കുറച്ച് ബാക്കിയുള്ള പ്ലാന്റ്സിന് അപ്പുറം നമുക്ക് പോവേണ്ടി വരും. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല, വേറൊരു വീഡിയോയിൽ നമുക്ക് അപ്പുറത്ത് പോവാം. ഒരുമിച്ച് ഇതിലപ്പുറത്ത് പോകാൻ ഇപ്പം വയ്യ. പിന്നെ ഈ ഒരു ടൈപ്പ് വെറൈറ്റീസൊക്കെ ഇതാണ് ഐ തിങ്ക് കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ വേറെ ഇത് കുറച്ച് ഡാർക്കും ലൈറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ കോംബോ ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ നോർമലി ഉള്ള ടൈപ്പല്ല, നമുക്ക് സീഡ്ലിംഗ് ആയിട്ടൊക്കെ കിട്ടിയ ചില വെറൈറ്റിയാണ് ഇതിലുള്ള ചില വെറൈറ്റി. അപ്പോൾ നോർമലി ചില ചോദിക്കുന്നത് നോർമലി ഉള്ള ടൈപ്പ് ആണോ എന്ന് ചോദിക്കും. അല്ല, നോർമലി ഉള്ള ടൈപ്പല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ മെയിൻ ആൾ ഇവിടെ ഇപ്പോഴും ഉണ്ട്. കറക്റ്റ് നമ്മുടെ ഡെൻഡ്രോബിയങ്ങളെ തോപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണത്. പിന്നെ നമുക്കൊരു 13 കളേഴ്സുള്ള ഒരു കോംബോ ഓഫർ നമ്മളതിലുണ്ട്. കണ്ട, ഇതാണ് 13 കളേഴ്സുള്ള കോംബോ ഓഫർ. 13 കളേഴ്സുള്ളത് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ നമുക്ക് കണ്ട ഇതുപോലുള്ള വേറെ ടൈപ്പ് നമ്മൾ ഓർക്കിഡ്സ് ഉണ്ട്. പിന്നെ വേണ്ടയുണ്ട്. വേണ്ടയൊക്കെ നല്ല അവിടെ നിൽപ്പുണ്ട്, പലതരത്തിലുള്ള വേണ്ടാസ്. പിന്നെ നമുക്ക് ഇത് ഞണ്ണോർക്കിഡാണ്. ഞണ്ണോർക്കിഡ് പ്ലാന്റ്സ് നമ്മളതിൽ സെയിലിനുണ്ട്. ഞണ്ണോർക്കിഡുണ്ട്. പിന്നെ ഡോവിൻ്റെ ഒരു സെപ്പറേറ്റ് ഞാനൊരു വലിയ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി. അതിൻ്റെ ഫ്ലവറുള്ള പ്ലാന്റ്സ് കാണാൻ നിങ്ങൾ സെപ്പറേറ്റ് നോക്കാം. പിന്നെ ഇതും നമ്മളെ വേറെ കോംബോ ഓഫറാണ്. ഇപ്പോൾ ഇങ്ങനത്തെ കളേഴ്സൊക്കെ വരുന്ന ചിലർ ചോദിച്ചു ബ്രോ ഇങ്ങനത്തെ കളേഴ്സൊക്കെ വരുന്ന കോംബോ ഓഫർ ഉണ്ടോ. അപ്പോൾ നമുക്ക് ഈ കോംബോ ഓഫർ നമ്മളെ അവൈലബിൾ ആണ്. അപ്പോൾ ആ കളർ ഇവിടെ ഐ തിങ്ക് അത് അപ്പുറമായിരിക്കും. ഇവിടെ ജസ്റ്റ് ആ ഫ്ലവർ കാണുമ്പോൾ ഇതാണ് ആ ഫ്ലവർ. ഇതൊക്കെ ഉള്ള കോംബോ ഓഫേഴ്സ് നമ്മളതിലുണ്ട്. അപ്പോൾ നമുക്ക് പല റേറ്റിന് നിങ്ങൾക്ക് മീഡിയം ലോ അങ്ങനെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും പല റേറ്റ്സിനും നമുക്ക് സാധനങ്ങൾ ഇപ്പോൾ നമ്മളിലുണ്ട്. ഇപ്പോൾ കോംബോ ഓഫർ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലായി പോയിട്ടുള്ളൊരു കോംബോ ഓഫറാണിത്. നമുക്ക് ജസ്റ്റ് നമുക്ക് കസ്റ്റമറിൻ്റെ ഒരു റിവ്യൂവും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ജസ്റ്റ് ഞാൻ പ്ലാൻസ് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഞാൻ റിവ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് നമുക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് ഓൺ ടൈമിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ അതിൽ നമുക്ക് ഒരു എവിടെ അനിലെന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചായിരുന്നു, മീൻസ് മഹാരാഷ്ട്ര. അവരും ഓക്കെ താങ്ക് യു ഒക്കെ പറഞ്ഞു, നല്ല പ്ലാൻസ് ആണെന്ന് പറഞ്ഞു. പിന്നെ കൃഷ്ണ ജസ്റ്റ് ഒന്ന് വെയിറ്റ്, ഞാൻ എവിടെ നോക്കിയെടുക്കട്ടെ. കൃഷ്ണ പറഞ്ഞു, കൃഷ്ണയും പ്ലാൻസൊക്കെ കൊള്ളാം, ഓക്കെ താങ്ക് യു. പിന്നെ അടുത്ത് നമുക്ക് വീണ്ടും അടുത്ത് പേയ്മെൻറ്റൊക്കെ വീണ്ടും കുറേ കിട്ടി, കുറേ ഓർഡേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ട് കൊണ്ടാണ്. റിസീവ് ചെയ്ത പ്ലാൻസ് താങ്ക് യു. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ട നമ്മളെ കസ്റ്റമറാണത്. ജസ്റ്റ് ഒന്ന് ഞാൻ ലൈറ്റ് ഒന്ന് കൂട്ടിക്കോട്ടെ. ലൈറ്റ് ഫുള്ള് തന്നെയാണ്. ഐ തിങ്ക് നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിച്ച നമ്മളെ കസ്റ്റമറാണിത്. അയ്യോ ഇതല്ലല്ലോ കസ്റ്റമർ. ഇതാണ് കസ്റ്റമറാണ്. കസ്റ്റമർ റിസീവ്ഡ് താങ്ക് യു സെൻഡ് ഫ്രം ഹിയർ. ഞാനൊരു പറഞ്ഞ ദിവസത്തിൽ നമ്മൾ സാധനം അയച്ചു, അങ്ങനെ അവർക്ക് കിട്ടി. അപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ റിവ്യൂവും കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്ലാൻസ് എല്ലാം റിസീവായി. പ്ലാൻസ് അവർ റിസീവായെന്ന് പറഞ്ഞാൽ അവർ അയച്ചു തന്ന ഫോട്ടോ ആണ്. അവർ ഡയറക്റ്റ് ഞാൻ അവരുടെ ഇതിൽ കയറിയിട്ട് കാണിക്കാനുണ്ടോ. അപ്പോൾ റിസീവായെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റിക്കൊന്നുമില്ല. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വിശ്വസിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ നമ്മൾ പറയുന്ന ദിവസത്തിൽ നമുക്ക് ഇവിടെ നിന്ന് എത്തിക്കുന്നതാണ്. പിന്നെ അതുപോലെ വേറെയും കുറേ പേര് ഓർഡർ ചെയ്തു. ഇനിയൊരു കൃഷ്ണ ഐ തിങ്ക് അത് കാണാനില്ല. ജസ്റ്റ് അവരും നല്ല റിവ്യൂ തന്നു. നല്ല എല്ലാവരും വാങ്ങിയിട്ട് എല്ലാവരും ചിലപ്പോൾ റിവ്യൂ പറയാറില്ല. നോർമലി കുറച്ച് പേരൊക്കെ റിവ്യൂ ഇപ്പോൾ 2 പേർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിവ്യൂ പറയുന്നവരുണ്ട്, പറയാത്തവരുണ്ട്. അപ്പോൾ നോർമലി കൂടുതൽ പേര് നമുക്ക് നല്ല റിവ്യൂസ് നമുക്ക് തന്നു. അപ്പോൾ അതിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ നിറച്ച് പ്ലാൻസ് ഉണ്ട്. ഈ പ്ലാൻസ് എല്ലാം നിങ്ങൾ
മാക്സിമം ഈ ഒരു ടൈമിൽ നിങ്ങൾ നമ്മളെ മേടിച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഈ വീട്ടിലെ ആൻറ്റിയും അവരുടെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. അപ്പോൾ അവർക്കൊരു നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഓരോ എൻ്റെ കസ്റ്റമേഴ്സിനെയും അതുപോലെ എൻ്റെ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ കാണാൻ വേണ്ടി വരുന്ന ഓരോ വീട്ടമ്മമാരുണ്ടാവാം, പല ജോലികളിലായിരിക്കുന്നവരുണ്ടാവാം, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാ തരക്കാരും ഉണ്ടാവും. അപ്പം എല്ലാവർക്കും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ഓണാശംസകൾ നേർന്ന്. ഓണ ടൈമിലാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ ഫോർ സെലക്ടിങ് മീ ടു വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ ഓർഡർ ആയിരുന്നു നമുക്ക് ആവശ്യം. ദിസ് ഇസ് അറൗണ്ട് ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.